ഇലക്ട്രോ കെമിസ്ട്രിയുടെ പുതിയൊരു സെക്ഷനിലേക്ക് പ്രിയ വിദ്യാർത്ഥികളെ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഇലക്ട്രോളിസിസ്. അപ്പോൾ ഈ ഭാഗത്ത് ആദ്യം നമ്മൾ കുറച്ച് ടെക്നിക്കൽ ടേംസ് നിങ്ങളെ പരിചയപ്പെടുത്താണ്. അപ്പോൾ ഇലക്ട്രോളിസിസ് എന്തെന്ന് അറിയണമെങ്കിൽ എന്താണ് ഇലക്ട്രോലൈറ്റ് എന്നുള്ള കോൺസെപ്റ്റ് ക്ലിയർ ആവണം. അത് നമ്മൾ കഴിഞ്ഞ സെക്ഷനിലായിട്ട് പറഞ്ഞു. Electrolytes are the solutions which can pass electricity through them. അല്ലെ, അപ്പോൾ കറന്റ് പാസ് ചെയ്യുന്ന ചില പ്രത്യേക സൊല്യൂഷനുകളാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ അതായിരുന്നു നമ്മൾ ആദ്യം പറഞ്ഞ ഡെഫിനിഷൻ. Electrolytes are the solutions which can pass electricity. അപ്പോ ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാൻ സാധിക്കുന്ന സൊല്യൂഷനുകളാണ് ഇലക്ട്രോലൈറ്റുകൾ എന്ന് പറഞ്ഞു. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമ്പോൾ അവിടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ. ഇലക്ട്രോലിറ്റിക് കണ്ടക്ഷന് മാത്രമായിട്ടുള്ളൊരു പ്രത്യേകത, കറന്റ് പാസ് ചെയ്യുമ്പോൾ അതിന് മാത്രമായിട്ടുള്ളൊരു പ്രത്യേകത. മെറ്റാലിക് കണ്ടക്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് എന്താണ്, ഇലക്ട്രോലൈറ്റിൽ കൂടി കറന്റ് കടന്നു പോകുന്ന സമയത്ത് അതിന് കെമിക്കൽ ചേഞ്ച് സംഭവിക്കും. പെർമനന്റ് ആയിട്ടുള്ളൊരു മാറ്റം ആ സൊല്യൂഷനിൽ സംഭവിക്കും. ഓക്കെ, അപ്പൊ പെർമനന്റ് ആയിട്ട് കറന്റ് പാസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന സൊല്യൂഷനുകളാണ് ഇലക്ട്രോലൈറ്റുകൾ എന്നും പറയാം. ഇലക്ട്രോലൈറ്റ്സ് ആർ ദി സൊല്യൂഷൻസ് which undergo chemical change by the passage of electricity through them. Okay, അപ്പോ മെറ്റാലിക് കണ്ടക്ടറുകൾ കൂടിയിട്ട് കറന്റ് പാസ് ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നില്ല, ഇങ്ങനെ ഒരു കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നില്ല. അപ്പൊ ഈ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നത് ഇവിടെ മാത്രമാണ്. ഇലക്ട്രോലൈറ്റിൽ കൂടി കറന്റ് കടന്നു പോകുന്ന സമയത്ത് മാത്രമേ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ. ഇങ്ങനെ ഇലക്ട്രോലൈറ്റിൽ കൂടിയിട്ട് കറന്റ് കടന്നു പോകുന്നതിന്റെ ഫലമായിട്ട് അവിടെ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന ആ ഫിനോമിനനാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോലൈറ്റുകൾക്ക് സാധാരണ രീതിയിൽ കെമിക്കൽ ചേഞ്ച് ഇല്ല. NaCl എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് നിങ്ങൾ മോൾട്ടൺ ഫോമിലോ അല്ലെങ്കിൽ അക്വസ് ഫോമിലോ എടുത്തോളൂ, കുഴപ്പമില്ല. അതിൽ Na+Cl- അയോണുകൾ ഉണ്ടാകും. കറന്റ് പാസ് ചെയ്യാത്തിടത്തോളം കാലം Na+Cl- അങ്ങനെ തന്നെ നിൽക്കും. അവിടെ there is no chemical change. Na+ സോഡിയമായിട്ട് മാറുന്നില്ല, Cl- ക്ലോറിൻ ആയിട്ട് മാറുന്നില്ല. കറന്റ് പാസ് ചെയ്യുമ്പോൾ മാത്രമേ അതാത് ഇലക്ട്രോഡുകളിൽ വെച്ചിട്ട് അതിന് കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്നുള്ളൂ. അപ്പൊ കെമിക്കൽ ചേഞ്ച് സംഭവിക്കണമെങ്കിൽ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തേ മതിയാവുള്ളൂ. അപ്പൊ അതൊരു ഫിനോമിനനാണ്. ആ ഫിനോമിനന്റെ പേരാണ് ഇലക്ട്രോലിസിസ്. ഇലക്ട്രോലിസിസ്. സോ ഇലക്ട്രോലിസിസ് is the phenomenon. Electrolysis is the phenomenon. എന്താണ് ആ ഫിനോമിനന്റെ പ്രത്യേകത? in which chemical change occur. അല്ലെ, chemical change occur. ആർക്ക് in electrolyte. എപ്പോൾ? by the passage of electricity. അപ്പൊ അത് നിങ്ങൾക്ക് ക്ലിയർ ആണ്. നമ്മൾ ഇതിന്റെ മെക്കാനിസം കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയും കേട്ടോ. എന്താണ് ഇലക്ട്രോളിസിസ് സംഭവിക്കുന്നുള്ള കാര്യങ്ങളൊക്കെ പറയും നമ്മൾ. ആ ഇലക്ട്രോലൈറ്റ് കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന സൊല്യൂഷനാണ്. ആ കെമിക്കൽ ചേഞ്ചസ് സംഭവിക്കുന്ന ഫിനോമിനനാണ് ഇലക്ട്രോളിസിസ്. ഓക്കെ, ഇനി ഈ ഇലക്ട്രോളിസിസ് നടത്തണമെങ്കിൽ നമ്മളെ കയ്യിൽ ഒരു കണ്ടെയ്നർ വേണം. ആ കണ്ടെയ്നറിലാണ് നമ്മൾ ഇലക്ട്രോലൈറ്റ് എടുക്കേണ്ടത്. എന്നിട്ട് ഇലക്ട്രോലൈറ്റിലേക്ക് കറന്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് പ്രത്യേകമായിട്ടുള്ള റോഡുകൾ അതിലേക്ക് മുക്കി വെക്കും. എന്നിട്ട് കറന്റ് കടത്തിവിടാൻ വേണ്ടിയിട്ട് പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെല്ലും കണക്ട് ചെയ്യും. ഇത്രയും അറേഞ്ച്മെന്റ് ഉണ്ടായാൽ മാത്രമേ ഇലക്ട്രോളിസിസ് നടക്കത്തുള്ളൂ. അല്ലാതെ ഇലക്ട്രോലൈറ്റ് മാത്രമാണ് എങ്കിൽ അവിടെ ഇലക്ട്രോളിസിസ് നടക്കത്തില്ല. കറന്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സോഴ്സ് വേണം. ആ സോഴ്സിൽ നിന്നുള്ള കറന്റിനെ സൊല്യൂഷനിലേക്ക് കടത്തിവിടാൻ വേണ്ടിയിട്ട് രണ്ട് റോഡുകൾ വേണം. ഇതൊക്കെ ചേർന്നാൽ മാത്രമേ ഇലക്ട്രോളിസിസ് എന്നുള്ള ഫിനോമിനൻ സംഭവിക്കത്തുള്ളൂ.
ഈ പറയപ്പെട്ട എല്ലാ അറേഞ്ച്മെന്റിനെയും എല്ലാത്തിനെയും കളക്റ്റീവായിട്ട് പറഞ്ഞ പേരാണ് സെല്ല്, ഇലക്ട്രോഡ്, ഇലക്ട്രോലൈറ്റ്. ഇതൊക്കെ എടുത്തിരിക്കുന്ന കണ്ടെയ്നർ. ഇതിനെല്ലാം കൂടി പറഞ്ഞ പേരാണ് ഇലക്ട്രോലിറ്റിക് സെൽ. ഇലക്ട്രോലിറ്റിക് സെൽ. സോ വാട്ട് ഈസ് ഇലക്ട്രോലിറ്റിക് സെൽ എന്ന് ചോദിച്ചാൽ ഇറ്റ് ഈസ് an arrangement in which the electrolysis occur. ഓക്കെ, അപ്പൊ അടുത്തത് ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ട അടുത്ത ടേം ഇലക്ട്രോലിറ്റിക് സെൽ. ഇലക്ട്രോലിറ്റിക് സെൽ എന്നാണത്? ഇറ്റ് ഈസ് an arrangement in which the electrolysis occur. ഓക്കെ, അപ്പൊ അതിൽ എന്തൊക്കെ വേണം? ഒരു കണ്ടെയ്നർ വേണം. ആ കണ്ടെയ്നറിൽ ഇലക്ട്രോലൈറ്റ് എടുക്കണം. ആ ഇലക്ട്രോലൈറ്റിലേക്ക് 2 റോഡുകൾ മുക്കി വെക്കണം. ആ റോഡിലേക്ക് കറന്റ് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെല്ല് വേണം. അത്രയും ചേർന്നതാണ് ഇലക്ട്രോലിക് സെൽ. ഓക്കെ അല്ലേ മക്കളെ? ഇനി നെക്സ്റ്റ്, അപ്പൊ ഈ ഇലക്ട്രോലിറ്റിക് സെല്ലിന്റെ ഭാഗമായിട്ടുള്ള ഇലക്ട്രോളിസിസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് പറഞ്ഞു. ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് സ്പെസിഫൈ ചെയ്തു. ഇനി നമ്മൾ കാണുന്ന ബാക്കി 2 ആൾക്കാരുണ്ടല്ലോ, 2 റോഡുകൾ നമ്മൾ മുക്കി വെച്ചിട്ടുള്ള ഈ 2 റോഡുകൾ, ആ 2 റോഡുകളെ പറഞ്ഞ പേരാണ് ഇലക്ട്രോഡ്സ്. ഇലക്ട്രോഡ്സ് എന്നാണ് ഇലക്ട്രോഡ്സ്. ഇലക്ട്രോഡ്സ് എന്ന് പറഞ്ഞാൽ സിമ്പിളായി പറഞ്ഞാൽ ഇലക്ട്രോണുകൾ ഓടിക്കളിക്കുന്ന റോഡ്. ഇലക്ട്രോണുകൾ ഓടിക്കളിക്കുന്ന റോഡുകളാണ് ഇലക്ട്രോഡുകൾ. ഓക്കെ, അപ്പോ ഇതാണ് എക്സ്റ്റേണൽ സോഴ്സ് ആയിട്ടുള്ള സെല്ല്. സെല്ല് ഇലക്ട്രോൺസ് പ്രൊവൈഡ് ചെയ്യും. ആ ഇലക്ട്രോൺസ് അതാത് റോഡുകളിലേക്ക് കൊടുത്ത് സൊല്യൂഷനിലേക്ക് പോകും. സൊല്യൂഷനിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിക്കും. നോക്കാം നമുക്ക്. അപ്പൊ ഇതില് സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലാണ് ഇത്, നെഗറ്റീവ് ടെർമിനലാണ്. പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഈ റോഡ് ഉണ്ടല്ലോ, ഈ ഇലക്ട്രോഡ്, ഈ ഇലക്ട്രോഡിന്റെ പേരാണ്, കേൾക്കണേ, ഈ ഇലക്ട്രോഡിന്റെ പേരാണ് ആനോഡ് എന്നാണ്. ആനോഡ്. അപ്പൊ ആനോഡ് എന്താണ്? ആനോഡ് എന്ന് പറഞ്ഞാൽ സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് ബന്ധിപ്പിച്ചിട്ടുള്ള റോഡാണ്. ഓക്കെ, നമ്മൾ അതിനെ പോസിറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറയാം. ഓക്കെ, പോസിറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ച ഇലക്ട്രോഡ് പോസിറ്റീവ് ഇലക്ട്രോഡ്. പോസിറ്റീവ് ഇലക്ട്രോഡ്. ഇനി അതേപോലെ തന്നെ വേറൊരു ഇലക്ട്രോഡ് കണ്ടില്ലേ, അതെവിടെയാ ബന്ധിപ്പിച്ചിട്ടുള്ളത്? അത് സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലുമായിട്ടാണ് ബന്ധിപ്പിച്ചിട്ടുള്ളത്. സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ആ റോഡിന്റെ പേരാണ് കാഥോഡ്. കാഥോഡ്. So cathode is the negative electrode. Negative electrode. സംശയമില്ലല്ലോ. അപ്പോ ടേമുകൾ ഒന്നുകൂടി: ഇലക്ട്രോലൈറ്റ്, ഇലക്ട്രോളിസിസ്, ഇലക്ട്രോലിറ്റിക് സെല്ല്, ഇലക്ട്രോഡ്. ഇലക്ട്രോഡ് 2 എണ്ണം, ആനോഡ്, കാഥോഡ്. ഇനി അടുത്തൊരു ടേം പറയാൻ വേണ്ടിട്ട് ഞാനൊരു എക്സാമ്പിൾ എടുത്തിട്ട് പറയാം. ഞാനൊരു ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു. കോപ്പർ സൾഫേറ്റിന്റെ മോൾട്ടൺ ഫോം ആണ് ഞാൻ എടുക്കുന്നത്. സോഡിയം കോപ്പർ കുപ്രിക് ക്ലോറൈഡ് CuCl, അതിന്റെ മോൾട്ടൺ ഫോം. അപ്പൊ ഇതില് Cu2+ Cl- ആണ് ഉള്ളത്. 2 അയോണുകൾ. ഇതിന്റെ മോൾട്ടൺ ഫോമിൽ 2 അയോണുകൾ, Cu2+ Cl-. 2 ടൈപ്പിലുള്ള അയോൺസ്, പോസിറ്റീവ് അയോൺസ്, നെഗറ്റീവ് അയോൺസ്. ഞാൻ ഇതിലേക്ക് 2 ഇലക്ട്രോഡുകൾ മുക്കി വെച്ചു, സെല്ലുമായിട്ട് കണക്ട് ചെയ്തു. സോ ദിസ് ഈസ് പോസിറ്റീവ്, ദിസ് ഈസ് നെഗറ്റീവ്. ഇത് ആനോഡ്, ഇത് കാഥോഡ് ആണല്ലോ, സംശയമില്ലല്ലോ. ഇതെന്ത് സംഭവിക്കുന്ന അറിയാമോ? ഈ കറന്റ് നേരെ കേൾക്കണം. ഈ ഇലക്ട്രോഡിന് നെഗറ്റീവ് ചാർജാണ് ഉള്ളത്, ഈ ഇലക്ട്രോഡിന് പോസിറ്റീവ് ചാർജാണ് ഉള്ളത്. അപ്പൊ എന്ത് സംഭവിക്കുന്ന ഈ സൊല്യൂഷനിൽ പോസിറ്റീവ് ചാർജുള്ള Cu2+ അയോണുകൾ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിന്റെ അടുത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യും. ഓക്കെ, പോസിറ്റീവ് ചാർജുള്ള Cu2+ അയോണുകൾ നെഗറ്റീവ് ചാർജുള്ള കാഥോഡിന്റെ അടുത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യും. ഇങ്ങനെ കാഥോഡിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജുള്ള അയോണുകളെ പറഞ്ഞ പേരാണ് കാറ്റയോൺ. കാഥോഡിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യുന്നവരാണ് കാറ്റയോൺസ്. അതുകൊണ്ടാ കാറ്റയോൺസ്. കാറ്റയോൺസ്. അപ്പൊ എന്താണ് കാറ്റയോൺസിന്റെ ചാർജ്? കാറ്റയോൺസിന്റെ ചാർജ് പോസിറ്റീവ് ആണ്. കാഥോഡ് നെഗറ്റീവ് ആണ്, കാഥോഡിലോട്ട് മൂവ് ചെയ്യുന്ന കാറ്റയോൺസ് പോസിറ്റീവ് ആണ്. ഓക്കെ, അതേസമയം Cl- അയോൺസ് എന്ത് ചെയ്യുന്ന അറിയാവോ? പോസിറ്റീവ് ചാർജ് ഉള്ള ആനോഡിന്റെ അടുത്തോട്ട് മൈഗ്രേറ്റ് ചെയ്യും.
പോസിറ്റീവും നെഗറ്റീവും തമ്മിലാണല്ലോ അട്രാക്ഷൻ ഉണ്ടാവുക. അങ്ങനെ ആനോഡിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജുള്ള അയോണുകളെ പറഞ്ഞ പേരാണ് ആനയോൺസ്. എന്താണ്? ആനയോൺസ്. ആനയോൺസിന്റെ ചാർജ് എന്താ? നെഗറ്റീവ്. അപ്പൊ മറന്നുകൂടാ എന്ത് സംഭവിക്കുന്നു എന്നാണ്? ആനോഡ് പോസിറ്റീവ്, ആനയോണ് നെഗറ്റീവ്. കാഥോഡ് നെഗറ്റീവ്, കാറ്റയോൺസ് പോസിറ്റീവ്. ഓക്കെ, സംശയം പാടില്ല. ഇനി നമ്മൾ പറഞ്ഞു ഇയാൾ അങ്ങോട്ട് പോകുന്നു പറഞ്ഞില്ലേ? ആര്? Cu2+ എന്ന് പറയുന്ന കാറ്റിയോണ് കാഥോഡിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യും. എന്നിട്ട് അവിടെ പോയിട്ട് എന്താ ചെയ്യുന്നത് അതറിയണ്ടേ? അവിടെ പോയിട്ട് ഈ Cu2+ എന്താക്കുന്ന അറിയാവോ? 2 ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യും. അതെവിടെ നിന്ന് കിട്ടും? അതാണ് ഈ സെല്ലിന്റെ ഫംഗ്ഷൻ. എന്നറിയോ? ഇങ്ങോട്ട് Cu2+ വരുമ്പോൾ സെല്ല് 2 ഇലക്ട്രോൺ ഇങ്ങോട്ട് കൊടുക്കും. സെല്ലിന്റെ നെഗറ്റീവ് ടെർമിനൽ എന്ന് വെച്ചാൽ എന്താ? നെഗറ്റീവ് ടെർമിനൽ എന്ന് വെച്ചാൽ എന്താ? അവിടെ ഇലക്ട്രോൺസ് കൂടുതലാണ്. അപ്പൊ Cu2+ അങ്ങോട്ട് പോകുമ്പോൾ ഇവിടുന്ന് ഇലക്ട്രോൺസ് ഇങ്ങോട്ട് വരും. അങ്ങനെ ആ വരുന്നതിൽ നിന്ന് 2 ഇലക്ട്രോണുകളെ Cu2+ അക്സെപ്റ്റ് ചെയ്തിട്ട് കോപ്പർ ആറ്റമായിട്ട് മാറും. എന്നിട്ട് കോപ്പർ ആറ്റം ഇവിടെ പറ്റി പിടിക്കും. ഒരുപാട് കോപ്പർ ആറ്റങ്ങൾ വന്നിട്ട് ഇവിടെ പറ്റി പിടിക്കും. അതിന്റെ ഫലമായിട്ട് ആനയൊന്ന് വലുതാവാൻ തുടങ്ങും. ഓക്കെ അല്ലേ? അപ്പൊ എന്താ സംഭവിച്ചത്? അതിനോടല്ല, കാഥോഡ് വലുതാവാൻ തുടങ്ങും. കാഥോഡിന്റെ സൈസ് ഇങ്ങനെ കൂടാൻ തുടങ്ങും. ഓക്കെ, അപ്പോ കാഥോഡിൽ അപ്പൊ എന്താ സംഭവിച്ചത്? കാഥോഡിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക എന്നുള്ള പ്രോസസ് ആണ് നടക്കുന്നത്. കാഥോഡിലേക്ക് കാറ്റിയോൺ പോയിട്ട് അവിടെ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുക എന്നുള്ള പ്രോസസ് നടക്കുന്നു. ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രോസസിന്റെ പേരെന്താണ്? റിഡക്ഷൻ. That means at cathode reduction takes place. എന്താണ്? കാഥോഡിൽ എന്ത് സംഭവിക്കും? റിഡക്ഷൻ നടക്കും. അതേസമയം നോക്കിയോ, ഈ Cl- അയോൺ എങ്ങോട്ട് പോയി എന്നാ പറഞ്ഞത്? പോസിറ്റീവ് ചാർജുള്ള ആനോഡിന്റെ അടുത്തോട്ടല്ലേ? അവിടെ പോയിട്ട് Cl- എന്ത് ചെയ്യുന്ന അറിയാവോ? അതിന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യും. അങ്ങനെ ക്ലോറിൻ ആറ്റമായിട്ട് മാറും. അങ്ങനെ ക്ലോറിൻ ഗ്യാസ് ഇവിടെ ലിബറേറ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇലക്ട്രോൺ ലോസ് ചെയ്യുക എന്നുള്ള പ്രോസസ് ആണ് നടന്നത്. ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന പ്രോസസിന്റെ പേരെന്താണ്? ഓക്സിഡേഷൻ. That means at anode oxidation takes place. Oxidation takes place. അപ്പൊ നിങ്ങൾ ഇവിടെ കണ്ട സൊല്യൂഷനിലുള്ള Cu2+ അൾട്ടിമേറ്റ് ആയിട്ട് കോപ്പർ ആയിട്ട് മാറി. അത് വീണ്ടും അങ്ങോട്ട് പോകുന്നില്ല. ഇനിയോ Cl- അങ്ങോട്ട് പോയിട്ട് അവിടെ ക്ലോറിൻ ആയിട്ട് ലിബറേറ്റ് ചെയ്തു. ആ ക്ലോറിൻ വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പെർമനന്റ് ചേഞ്ച് ആണ് സംഭവിച്ചത്, അവിടെ ഒരു പെർമനന്റ് ചേഞ്ച് ആണ് സംഭവിച്ചത്. അല്ലെ? പെർമനന്റ് ചേഞ്ചിന്റെ പേരാണെന്ത്? കെമിക്കൽ ചേഞ്ച്. എന്ന് പറഞ്ഞാൽ ഇവിടെ കെമിക്കൽ ചേഞ്ച് ഉണ്ടായി. ഈ കെമിക്കൽ ചേഞ്ച് സംഭവിക്കണമെങ്കിൽ എന്ത് വേണം? ഇലക്ട്രോൺ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരണം. വേണ്ടേ? എന്ന് പറഞ്ഞാൽ കറന്റ് പാസ് ചെയ്യണം. അപ്പൊ ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ മാത്രമേ ഈ ഫിനോമിനൻ സംഭവിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്തിട്ട് കെമിക്കൽ ചേഞ്ച് ഉണ്ടായി. That means electrical energy is converted into chemical energy. So in an electrolytic cell, what happened? What is the energy change takes place? Electrical energy is converted into chemical energy. Okay, so these are the important basic concepts related to electrolysis. അപ്പൊ ഒന്നുകൂടി പറയാം, എന്താണ് ഇലക്ട്രോലൈറ്റ്? കറന്റ് പാസ് ചെയ്യാൻ കഴിവുള്ള സൊല്യൂഷനുകളാണ് ഇലക്ട്രോലൈറ്റ്സ്. അല്ലെങ്കിൽ കറന്റ് പാസ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് കെമിക്കൽ ചേഞ്ചിന് വിധേയമാകുന്ന സൊല്യൂഷനുകളാണ് ഇലക്ട്രോലൈറ്റ്സ്. അങ്ങനെ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന ഫിനോമിനനാണ് എങ്ങനെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിട്ട് ഇലക്ട്രോലൈറ്റിൽ കെമിക്കൽ ചേഞ്ച് സംഭവിക്കുന്ന ഫിനോമിനനാണ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസ് നടത്താൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടെയ്നർ ആണെന്ത്? ഇലക്ട്രോലൈറ്റിക് സെൽ. ആ ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ നമ്മൾ 2 ഇലക്ട്രോഡുകൾ ഉപയോഗിക്കുന്നുണ്ട്. സെല്ലിന്റെ പോസിറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡാണ് ആനോഡ്, നെഗറ്റീവ് ടെർമിനലുമായിട്ട് കണക്ട് ചെയ്യുന്ന ഇലക്ട്രോഡാണ് കാഥോഡ്. ആനോഡിലോട്ട് മൂവ് ചെയ്യുന്ന നെഗറ്റീവ് ചാർജുള്ള അയോണുകളാണ് ആനിയോൺസ്. കാഥോഡിലോട്ട് മൂവ് ചെയ്യുന്ന പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ആണ് കാറ്റിയോൺസ്.
എന്നിട്ട് ആനോഡിൽ എന്ത് സംഭവിക്കുന്നു? ആനോഡിൽ ഇലക്ട്രോൺ ലോസ് ചെയ്യുന്ന പ്രോസസ്സാണ് നടക്കുന്നത് എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷൻ നടക്കും. അതേസമയം കാഥോഡിൽ ഇലക്ട്രോൺ ഗെയിൻ ചെയ്യുന്ന പ്രോസസ്സ് നടക്കും, അതായത് റിഡക്ഷൻ നടക്കും. അൾട്ടിമേറ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ സെല്ലിൽ, ഇലക്ട്രോലൈറ്റിക് സെല്ലിൽ ഇലക്ട്രിക്കൽ എനർജി കൺസ്യൂം ചെയ്തിട്ട് കെമിക്കൽ എനർജി ഉണ്ടാകുന്നു. ഓക്കെ അല്ലേ? നോക്ക്, നന്നായിട്ടൊന്ന് നോക്ക് മക്കളെ. ഇനി ഇലക്ട്രോളിസിസുമായി ബന്ധപ്പെട്ടിട്ടുള്ള അടുത്ത ടോപ്പിക് പ്രൊഡക്റ്റ് ഓഫ് ഇലക്ട്രോളിസിസ്. ഇലക്ട്രോളിസിസിന്റെ പ്രൊഡക്റ്റ്. ഒരു സൊല്യൂഷന് അല്ലെങ്കിൽ ഒരു ഇലക്ട്രോലൈറ്റിനെ നമ്മൾ ഇലക്ട്രോളിസിസിന് വിധേയമാക്കിയാൽ കാഥോഡിൽ എന്ത് ലഭിക്കും, ആനോഡിൽ എന്ത് ലഭിക്കും എന്നതിനെ തീരുമാനിക്കുന്നത് ഇലക്ട്രോലൈറ്റിന്റെ സ്വഭാവമാണ്. ഇലക്ട്രോലൈറ്റിന്റെ നേച്ചർ മാറുന്നതിനനുസരിച്ചിട്ട് അവിടെ കിട്ടുന്ന പ്രോഡക്റ്റ് മാറും. അതേപോലെ തന്നെ നമ്മൾ ഇലക്ട്രോളിസിസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകൾ മാറുമ്പോഴും കിട്ടുന്ന പ്രോഡക്റ്റ് മാറും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡ്, നേരെ കേൾക്കണം, സോഡിയം ക്ലോറൈഡിന്റെ മോൾട്ടൺ ഫോമിന് നിങ്ങൾ ഇലക്ട്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ കിട്ടുന്ന പ്രോഡക്റ്റ് അല്ല അതേ സോഡിയം ക്ലോറൈഡിന്റെ അക്വസ് സൊല്യൂഷൻ ഇലക്ട്രോളിസിസിന് വിധേയമാക്കിയാൽ ഓക്കെ കിട്ടുന്ന പ്രോഡക്റ്റ് വ്യത്യസ്തമാണ്. ഇനി നമ്മൾ ഇലക്ട്രോളിസിസ് നടത്തുന്ന സമയത്ത് 2 ഇലക്ട്രോഡുകൾ ഉപയോഗിക്കണ്ടേ? ആ ഇലക്ട്രോഡുകൾ റിയാക്റ്റീവ് ആണെങ്കിൽ, സിങ്ക്, കോപ്പർ പോലുള്ള ഇലക്ട്രോഡുകൾ എടുത്തു കഴിഞ്ഞാൽ അത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കും. അതേസമയം പ്ലാറ്റിനം, ഗോൾഡ് പോലുള്ള ഇലക്ട്രോഡുകളാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അത് കെമിക്കൽ റിയാക്ഷനിൽ പങ്കെടുക്കൂല. ഓക്കെ, അപ്പൊ നമ്മൾ അക്കാര്യം പറയുന്നില്ല. നമ്മൾ ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റുകൾ എടുക്കുമ്പോൾ എങ്ങനെയാണ് പ്രോഡക്റ്റിൽ മാറ്റം വരുന്നത് എന്ന് നോക്കാം. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ളത് 2 എണ്ണമാണ്. ഒന്ന്, ഇലക്ട്രോളിസിസ് ഓഫ് മോൾട്ടൺ NaCl. അപ്പോ ഇലക്ട്രോളിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ ഇലക്ട്രോലൈറ്റിക് സെൽ അറേഞ്ച് ചെയ്യാണ്. എന്തൊക്കെ വേണം മക്കളെ? ഒരു കണ്ടെയ്നർ, ആ കണ്ടെയ്നറിൽ മോൾട്ടൺ NaCl. ഓക്കെ, എന്ന് പറഞ്ഞാൽ അതിൽ എന്തെല്ലാം ഉണ്ട്? Na+ഉം Cl-. ഓക്കെ, സോഡിയം ക്ലോറൈഡിനെ നമ്മൾ ഉരുക്കുന്ന സമയത്ത് സോഡിയം ക്ലോറൈഡ് എന്തായിട്ട് മാറും? ബിക്കംസ് സോളിഡ് സോഡിയം ക്ലോറൈഡ് Na+, അതേപോലെ Cl- ആയിട്ട് മാറും. ലിക്വിഡ് ഫോമിലുള്ള Na+ഉം Cl- ചേർന്നിട്ടുള്ള ഒരു മോൾട്ടൺ ഫോമാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഇലക്ട്രോളിസിസ് നടത്താൻ വേണ്ടിയിട്ട് ഞാൻ 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ എടുക്കുന്നു. ഓക്കെ, എന്നാണ് 2 പ്ലാറ്റിനം ഇലക്ട്രോഡുകൾ എടുക്കുന്നത്. എന്നിട്ട് ഇതിനെ സെല്ലുമായിട്ട്, എക്സ്റ്റേണൽ സോഴ്സുമായിട്ട് കണക്ട് ചെയ്യും. ഒരു സ്വിച്ച് ഓൺ ആക്കുമ്പോൾ ശ്രദ്ധിക്കണം, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്. സ്വാഭാവികമായിട്ട് ഇതാണ് ആനോഡ്, ഇതാണ് കാഥോഡ്. എന്ത് സംഭവിക്കും? Na+ അയോണുകൾ എങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും? കാഥോഡിലോട്ട് മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ കാഥോഡിൽ പോയിട്ട് ശ്രദ്ധിക്കണം, കാഥോഡിൽ പോയിട്ട് ആരാണ് കാഥോഡിലോട്ട് പോകുന്നത്? കാഥോഡിലോട്ട് പോകുന്നതാണ് Na+, അല്ലേ? എന്താണ് കാഥോഡിൽ സംഭവിക്കുന്നത്? കാഥോഡിൽ റിഡക്ഷൻ സംഭവിക്കും. എന്ന് പറഞ്ഞാൽ എന്താ? ഗെയിൻ ഓഫ് ഇലക്ട്രോൺ. ഈ Na+ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ സെല്ലിൽ നിന്ന് ഒരു ഇലക്ട്രോൺ ഇങ്ങോട്ട് വരും. അങ്ങനെ Na+ ആ ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്തിട്ട് സോഡിയം ആറ്റമായിട്ട് മാറുന്നു. എന്നിട്ട് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു. സോ വി വിൽ ഗെറ്റ് സോഡിയം, മെറ്റാലിക് സോഡിയം അറ്റ് കാഥോഡ്. ഇനി ആനോഡിൽ എന്ത് സംഭവിക്കുന്നു നോക്കാം. ആനോഡിൽ എന്താണ് നടക്കേണ്ടത്? ഓക്സിഡേഷൻ, ദാറ്റ് മീൻസ് ലോസ് ഓഫ് ഇലക്ട്രോൺ. ആരാ പോകുന്നത്? Cl-. അങ്ങനെ Cl- അങ്ങോട്ട് പോയിട്ട് ഒരു ഇലക്ട്രോൺ, ഇതിന്റെ കയ്യിലുള്ള ഒരു ഇലക്ട്രോൺ ഉണ്ടല്ലോ, അത് ലോസ് ചെയ്യും. അങ്ങനെ ലോസ് ചെയ്തിട്ട് ക്ലോറിൻ ആറ്റമായിട്ട് മാറും.
അങ്ങനെയുള്ള രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ക്ലോറിൻ ഗ്യാസ് ആയിട്ട് ഇവിടെ ലിബറേറ്റ് ചെയ്യും, ക്ലോറിൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്യും. സോ by the electrolysis of molten NaCl we will get metallic sodium at cathode due to reduction and chlorine gas at anode due to oxidation. അപ്പോൾ ഇത് രണ്ടെണ്ണമാണ് പ്രോഡക്റ്റ്. Sodium is deposited at cathode, chlorine is liberated at anode. Okay, സോഡിയം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നു, അടിഞ്ഞുകൂടുന്നു, ഇവിടെ ക്ലോറിൻ ലിബറേറ്റ് ചെയ്യും. ഓക്കെ, ഇതേ സോഡിയം ക്ലോറൈഡിനെ നെക്സ്റ്റ് ശ്രദ്ധിക്കണം, ഇതേ സോഡിയം ക്ലോറൈഡിനെ നമ്മൾ വെള്ളത്തിൽ ഡിസോൾവ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ സോഡിയം ക്ലോറൈഡിന്റെ അക്വസ് ഫോം ഉണ്ടാക്കുന്നു. എന്നിട്ട് ആ അക്വസ് ഫോമിന്റെ ഇലക്ട്രോളിസിസ് നടക്കുന്നു. ഇലക്ട്രോളിസിസ് ഓഫ് അക്വസ് സോഡിയം ക്ലോറൈഡ്. അപ്പൊ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഇതല്ല, വ്യത്യസ്തമായിട്ടുള്ള പ്രോഡക്റ്റുകളാണ് കിട്ടുന്നത്. അതെന്താ അങ്ങനെ? അതെന്താ അങ്ങനെ? കാരണം അക്വസ് ഫോം എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന ഈ രണ്ട് അയോൺസ് മാത്രമല്ല അതിലുള്ളത്. സോഡിയം ക്ലോറൈഡ് വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ശരി തന്നെയാണ്, സ്വാഭാവികമായിട്ട് അത് Na+ഉം Cl- ആയിട്ട് മാറും. പക്ഷെ എന്ന് പറഞ്ഞിട്ട് സൊല്യൂഷനില് ഈ സൊല്യൂഷനിൽ പോസിറ്റീവ് അയോൺ Na+ഉം നെഗറ്റീവ് അയോൺ Cl- മാത്രമല്ല ഉള്ളത്. പിന്നെയോ H2O സെൽഫ് അയണൈസ് ചെയ്യുന്നത് പഠിച്ചിട്ടില്ലേ? As a result you will get H+ ion and OH- ions in the solution. അങ്ങനെ നോക്കുമ്പോൾ സൊല്യൂഷനിലെ രണ്ട് ടൈപ്പിലുള്ള പോസിറ്റീവ് അയോൺസ് ഉണ്ട്, H+, Na+, Cl- OH- അല്ലെ? അപ്പൊ എന്താവും? സൊല്യൂഷനിൽ Na+ ഉണ്ട് പോസിറ്റീവ് ആയിട്ട്, പിന്നെ ആരാ? Cl- H+ ഉണ്ട്. ആര് പോകും അങ്ങോട്ട്? രണ്ടാളും പോകും. കാരണം എന്താ? രണ്ടുപേർക്കും പോസിറ്റീവ് ചാർജ് തന്നെയാണ്. പക്ഷേ ഈ പറയപ്പെട്ട രണ്ട് പോസിറ്റീവ് ചാർജുകളിൽ ആ കാഥോഡിലേക്ക് പോയിട്ട് ഇതാണ് കാഥോഡ്, ഇതാണ് ആനോഡ്. കാഥോഡിൽ പോയിട്ട് കാഥോഡിൽ എന്താ സംഭവിക്കേണ്ടത്? റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി, പ്രവണത കൂടുതൽ. രണ്ടുപേർക്കും ഒരുപോലെയല്ല, രണ്ടുപേർക്കും റെഡ്യൂസ് ചെയ്യാൻ കഴിവുണ്ട്, പക്ഷെ ആ ടെൻഡൻസി കൂടുതൽ H+-നാണ്. എന്തേ അത് എന്നുള്ളത് നെക്സ്റ്റ് പറയുന്ന സെക്ഷനിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. രണ്ട് അയോണുകൾ എടുത്തു കഴിഞ്ഞാൽ ഈ രണ്ട് അയോണുകൾക്കും റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, രണ്ടുപേർക്കും ഉണ്ട്. പക്ഷെ ആ ടെൻഡൻസി ആർക്കാണ് കൂടുതൽ, അയാൾക്കാണ് റിഡക്ഷൻ സംഭവിക്കുക. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ടെണ്ണത്തിന് റിഡക്ഷൻ നടക്കാനുള്ള ടെൻഡൻസി കൂടുതൽ. ആ ടെൻഡൻസി നമ്മൾ പറഞ്ഞൊരു പേരുണ്ട്, റിഡക്ഷൻ പൊട്ടൻഷ്യൽ. പിന്നീട് പറയും നമ്മൾ പറയും. ഓക്കെ, ഈ രണ്ടെണ്ണത്തിന് റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ, റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതൽ, അത് H+-നാണ്. അതുകൊണ്ട് എന്താണെന്ന് അറിയാവോ? Na+ഉം H+ഉം അങ്ങോട്ട് പോകുന്നുണ്ടെങ്കിലും നല്ല സ്പീഡില്, നല്ല ഉത്സാഹത്തില് കാഥോഡിലോട്ട് ഓടിച്ചാടി പോകുന്നത് H+ ആണ്. അങ്ങനെ മിസ്റ്റർ H+ കാഥോഡിലോട്ട് പോകുന്നു. കാഥോഡിൽ പോയിട്ട് H+ എന്താക്കുന്നു? കാഥോഡിൽ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രോൺ അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഹൈഡ്രജൻ ആറ്റമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള വീണ്ടും ഒരു ഹൈഡ്രജൻ ആറ്റം ഇതുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് ഹൈഡ്രജൻ ഗ്യാസ് ആണ് ഇവിടെ ലിബറേറ്റ് ചെയ്യുന്നത്. അതേസമയം മോൾട്ടൺ ആണെങ്കിലോ സോഡിയം ആണ് അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതേ കാഥോഡിൽ ഹൈഡ്രജൻ ഗ്യാസ് ലിബറേറ്റ് ചെയ്തു. ഇനി നോക്ക്, ബാക്കി രണ്ട് നെഗറ്റീവ് അയോൺസിന്റെ കേസ് OH- Cl- രണ്ടുപേരില്ലേ? രണ്ടുപേർക്കും നെഗറ്റീവ് ചാർജ് ആണ്. അതുകൊണ്ട് തന്നെ രണ്ടുപേർക്കും ആനോഡിലോട്ട് ഒരു അട്രാക്ഷൻ ഉണ്ട്. ആനോഡിൽ പോയിട്ട് എന്താ ചെയ്യേണ്ടത്? അവര് ഓക്സിഡേഷൻ. പക്ഷേ രണ്ടുപേർക്കും ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടെങ്കിലും ആ ടെൻഡൻസി കൂടുതൽ Cl-നാണ്. ഞാൻ നേരത്തെ പറഞ്ഞ കാഥോഡിലോട്ട് പോയിട്ട് റെഡ്യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി രണ്ടുപേർക്കും ഉണ്ടെങ്കിലും അതിനുള്ള കഴിവ് കൂടുതൽ, റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ, അത് H+-നാണ്.
അതേപോലെ ഇവിടെ രണ്ടു പേർക്ക് എന്തിനുള്ള ടെൻഡൻസി ആണുള്ളത്? ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി ആണുള്ളത്. കാരണം ആനോഡിൽ ഓക്സിഡേഷൻ സംഭവിക്കുന്നു. രണ്ടു പേർക്ക് ആ ടെൻഡൻസി ഉണ്ട്. പക്ഷെ ടെൻഡൻസി OH മൈനസിനേക്കാൾ കൂടുതൽ Cl മൈനസിനാണ്. ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസിയുടെ പറയുന്ന പേരാണ് ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഇവിടെയോ അത് റിഡക്ഷൻ പൊട്ടൻഷ്യൽ. ഇവിടെയോ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ. ഇവിടെ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ H+, ഇവിടെ ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടുതൽ Cl മൈനസിന്. ഓക്കെ, അപ്പോ ഓക്സിഡൈസ് ചെയ്യാനുള്ള ടെൻഡൻസി കൂടിയ, ഓക്സിഡേഷൻ പൊട്ടൻഷ്യൽ കൂടിയ മിസ്റ്റർ Cl മൈനസ് അങ്ങോട്ട് പോകുന്നു. എന്നിട്ട് ഒരു ഇലക്ട്രോൺ ലോസ് ചെയ്യുന്നു. അങ്ങനെ ക്ലോറിൻ ആറ്റമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള രണ്ട് ക്ലോറിൻ ആറ്റങ്ങൾ കമ്പൈൻ ചെയ്തിട്ട് ക്ലോറിൻ ഗ്യാസ് ഉണ്ടാകുന്നു. അങ്ങനെ ക്ലോറിൻ ഗ്യാസ് ആനോഡിൽ ലിബറേറ്റ് ചെയ്യുന്നു. സോ അറ്റ് കാഥോഡ് hydrogen gas will liberate and at anode chlorine gas will liberate. അപ്പൊ നോക്കിപ്പോ ബാക്കി എന്താ സൊല്യൂഷനിലുള്ളത്? Na+ ബാക്കിയായി, OH- ബാക്കിയായി. ഈ രണ്ടെണ്ണം കമ്പൈൻ ചെയ്തിട്ട് സൊല്യൂഷൻ NaOH ആയിട്ട് മാറും. Okay, so the product of electrolysis depends on the nature of electrolyte and the nature of electrodes. ഇലക്ട്രോഡ്സ് മാറ്റിയിട്ട് നമ്മളിപ്പോ ചെയ്യുന്നില്ല. അത് നമുക്ക് മെറ്റലർജി എന്നുള്ള പാഠത്തിൽ ചെയ്യാനുണ്ട്, 6ാമത്തെ ചാപ്റ്ററിൽ. ഇപ്പൊ ഇതെന്തായിട്ട് നോക്ക്. നെക്സ്റ്റ് ഈ ഇലക്ട്രോളിസിന്റെ ക്വാണ്ടിറ്റേറ്റീവ് ആസ്പെക്റ്റുകളെ കുറിച്ചിട്ടാണ് നെക്സ്റ്റ് പറയാനുള്ളത്. നമുക്കറിയാം സോഡിയം ക്ലോറൈഡിന്റെ മോൾട്ടൺ ഫോമിനെ ഇലക്ട്രോളിസിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് കാഥോഡില് സോഡിയം ക്ലോറൈഡിന്റെ മോൾട്ടൺ ഫോമിന് ഇലക്ട്രോളിസിസ് നടത്തിയാൽ Na+Cl- അയോണുകൾ മാത്രമേ ഉള്ളൂ, പോസിറ്റീവ് നെഗറ്റീവ്. കാഥോഡിൽ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യും അല്ലെ? അപ്പോ ഒരു സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിട്ട് കേൾക്കണം. ഒരു സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ, കാഥോഡിൽ ഒരു സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യണം. അപ്പൊ സോഡിയത്തിന്റെ ഒരു ആറ്റം കിട്ടും. 2 സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലോ 2 ഇലക്ട്രോൺ വേണം. 1000 സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിലോ 1000 ഇലക്ട്രോൺ വേണം. അപ്പോൾ നമുക്കൊരു 20 ഗ്രാം സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യണം. ഇവിടെ കേൾക്കണേ, 20 ഗ്രാം സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യണം എങ്കിൽ എത്ര ഇലക്ട്രോൺ ഇവിടേക്ക് വരണം? 20 ഗ്രാം സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ഇലക്ട്രോൺ നമുക്ക് ആവശ്യമായിട്ട് വേണ്ടി വരും? എത്ര ഇലക്ട്രോൺ ഒഴുകിയാലാണ് അത് സംഭവിക്കുക? അറിയണ്ടേ, കണ്ടുപിടിക്കണ്ടേ? അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കേൾക്കണം. You know what is the charge of 1 electron? What is the charge of 1 electron? 1.6 into 10⁻⁻⁻19 coulomb. This is the charge of 1 electron. Then what will be the charge of 1 mole electron? Charge of 1 mole electron. വളരെ സിമ്പിൾ ആണ്. എന്തെന്ന്? ഒരു ഇലക്ട്രോണിന്റെ ചാർജ് 1.6 into 10⁻⁻19. ഒരു മോൾ ആകുമ്പോൾ എന്ത് ചെയ്യണം? അതിനെ അവഗാഡ്രോ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ്ലി 96500 കൂളം കിട്ടും. അപ്പൊ ഇതാണ് ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ്. ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ് ആണ്. ഇതിനെ പറഞ്ഞ പേരാണ് 1 ഫാരഡേ. 1 ഫാരഡേ. ഫാരഡ് കപ്പാസിറ്റൻസിന്റെ യൂണിറ്റ് ആണ് ഇത്. ഫാരഡേ. 1 ഫാരഡേ 1 F. Okay, so what is 1 Faraday? 1 Faraday is actually the charge of 1 mole electron. Charge of 1 electron is 1.6 into 10⁻⁻19. അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ഇലക്ട്രോണിന്റെ ചാർജ്, ഒരു ഇലക്ട്രോണിന്റെ ചാർജ് ഇൻറ്റു അവഗാഡ്രോ നമ്പർ. So which is 96500 coulomb, which is equal to 1 Faraday. So in terms of Faraday, the charge of 1 mole electron is 1 Faraday. In terms of coulomb, the charge of 1 mole electron is 96500 coulomb.
സംശയമില്ലല്ലോ, ഈ പറഞ്ഞ സംശയമില്ലല്ലോ. എങ്കിൽ വാട്ട് വിൽ ബി ചാർജ് ഓഫ് n mole electrons? പറ. n into 96500 കൂളോം. ഇതാണ് n mole ഇലക്ട്രോൺസിന്റെ ചാർജ്, which is actually n ഫാരഡേ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഒരു മോൾ ഇത് ശരിക്കും ശ്രദ്ധിക്കണം. ഒരു മോൾ സോഡിയത്തിന് നിങ്ങൾക്ക് കിട്ടണം ഫ്രം സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിന് ഇലക്ട്രോളിസിസ് നടത്തിയിട്ട് ഒരു മോൾ സോഡിയം കിട്ടണമെങ്കിൽ എത്ര ഫാരഡേ ചാർജ് വേണം? ഓക്കെ, സിമ്പിൾ ആണ്. ആ റിയാക്ഷൻ നോക്കി നിങ്ങൾ, ആ റിയാക്ഷൻ നോക്കിക്കോ. എന്താണ് സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നത്? Na accepting 1 electron to form 1 sodium atom. Okay, so in order to get for the deposition of 1 mole electron, ഒരു സോഡിയം കിട്ടണമെങ്കിൽ ഒരു ഇലക്ട്രോൺ വേണം. എങ്കിൽ ഒരു ഇത് Na പ്ലസ് ആണ്. Na പ്ലസിൽ നിന്ന് Na കിട്ടണമെങ്കിൽ ഒരു ഇലക്ട്രോൺ വേണം. എങ്കിൽ ഒരു മോൾ സോഡിയം കിട്ടണമെങ്കിൽ ഒരു മോൾ ഇലക്ട്രോൺ വേണം. സോ ഫോർ 1 മോൾ സോഡിയം കേൾക്കണേ, 1 മോൾ സോഡിയം നമുക്ക് എത്ര ഇലക്ട്രോൺ വേണം? ഒരു മോൾ ഇലക്ട്രോൺ. എത്ര ചാർജ് വേണം? n into 96500 കൂളം ചാർജ് വേണം, which is 1 ഫാരഡേ അല്ലേ? സോ സോഡിയം ക്ലോറൈഡിൽ നിന്ന് ഒരു മോൾ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ 1 ഫാരഡേ ചാർജ് വേണം. കൂളത്തിന്റെ ടേംസിൽ എങ്ങനെ പറയാം? 96500 കൂളം. ഡൗട്ട് ഇല്ലല്ലോ. നെക്സ്റ്റ്, അങ്ങനെയാണെങ്കിൽ കോപ്പറിന്റെ ഒരു കോപ്പർ സൾഫേറ്റിന് ഇലക്ട്രോളിസിസ് നടത്തും. കോപ്പർ സൾഫേറ്റിന് ഇലക്ട്രോളിസിസ് നടത്തിയിട്ട് അതിൽ നിന്ന് 1 മോൾ കോപ്പറിനെ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ എത്ര ചാർജ് വേണം? 1 ഫാരഡേ മതിയാ? പോരാ, 2 ഫാരഡേ വേണം. എന്റെ കോപ്പർ സൾഫേറ്റ് കോപ്പർ ഉള്ളത് എങ്ങനെയാണ്? Cu2+ ആയിട്ടാണ്. അപ്പൊ Cu2+ നിന്ന് ഒരു കോപ്പർ ആറ്റം കിട്ടണമെങ്കിൽ 2 ഇലക്ട്രോൺ വേണം. എങ്കിൽ 1 മോൾ കോപ്പർ കിട്ടണമെങ്കിൽ 2 മോൾ ഇലക്ട്രോൺ വേണം, അതായത് 2 ഫാരഡേ ചാർജ് വേണം. സോ ഫോർ 1 മോൾ കോപ്പർ 2 ഫാരഡേ ചാർജ് ഈസ് റിക്വയർഡ്. ഇതേപോലെ അലുമിനിയം ക്ലോറൈഡിൽ നിന്ന് 1 മോൾ അലുമിനിയം കിട്ടണമെങ്കിലോ 3 ഫാരഡേ വേണം. കാരണം അലുമിനിയം എങ്ങനെയാണത്? Al3+ ആയിട്ടാണ്. Al3+, ഒരു Al3+നെ ഒരു അലുമിനിയം ആറ്റമാക്കി മാറ്റണമെങ്കിൽ നമുക്ക് 3 ഇലക്ട്രോൺ വേണം. എങ്കിൽ 1 മോൾ അലുമിനിയം വേണമെങ്കിൽ 3 മോൾ ഇലക്ട്രോൺ വേണം. സോ ഫോർ 1 മോൾ അലുമിനിയം 3 ഫാരഡേ ചാർജ് ഈസ് റിക്വയർഡ്. ഓക്കെ, എന്ന് പറഞ്ഞാൽ 1 മോൾ സോഡിയം എന്ന് പറഞ്ഞാല് 23 ഗ്രാം സോഡിയം. 23 ഗ്രാം സോഡിയം കിട്ടണമെങ്കിൽ 1 ഫാരഡേ ചാർജ് വേണം. അപ്പൊ പിന്നെ എത്ര 100 ഗ്രാം സോഡിയം വേണമെങ്കിൽ എത്ര ചാർജ് വേണമെന്ന് ക്ലിയർ അല്ലേ? 23 ഗ്രാം സോഡിയം വേണമെങ്കിൽ നോക്കടാ മക്കളെ, 23 ഗ്രാം സോഡിയം വേണമെങ്കിൽ നമുക്ക് എത്ര ഫാരഡേ ചാർജ് വേണം? 1 ഫാരഡേ ചാർജ് വേണം. എങ്കിൽ 1 ഗ്രാം സോഡിയം ആണെമെങ്കിലോ 1/23 ഫാരഡേ വേണം. എങ്കിൽ 100 ഗ്രാം ആണെമെങ്കിലോ 100 ഗ്രാം സോഡിയം 100/23 ഫാരഡേ ചാർജ്, which means 100/23 into 96500 കൂളം ചാർജ് വേണം. ഓക്കെ, ചാർജ് എങ്ങനെ കണക്കാക്കും? ആ അത്ര ചാർജ് എങ്ങനെ കടത്തി വിടും? ആ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറന്റ് കണ്ടുപിടിക്കാൻ പോലെ Q is equal to I by I is equal to Q by T. From this Q is equal to IT. അപ്പൊ ഇത്രയും ചാർജ് വേണമെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ടുള്ള I കണ്ടുപിടിച്ചാൽ മതി. ഓക്കെ, അത്രയും കറന്റ് പാസ് ചെയ്താൽ മതി. കറന്റ് അളക്കാണെങ്കിൽ ഉപകരണം ഉണ്ടല്ലോ മീറ്റർ, ആ മീറ്ററിൽ കൃത്യമായിട്ട് അത്രയും കറന്റ് പാസ് ചെയ്താൽ മതി. അപ്പൊ അത്രയും കൃത്യമായിട്ടുള്ള ചാർജ് അതിലെ കൂടി പാസ് ചെയ്തോളൂ. ഓക്കെ, അതേപോലെ ഇതാ നോക്ക്, 1 മോൾ കോപ്പർ എന്ന് പറഞ്ഞാൽ 63.5 ഗ്രാം കോപ്പർ കിട്ടണമെങ്കിൽ 2 ഫാരഡേ ചാർജ് വേണം.
അതിൽ നിന്ന് എത്ര കോപ്പറാണ് നിങ്ങൾക്ക് ഡെപ്പോസിറ്റ് ചെയ്യേണ്ടത്, അതിനനുസരിച്ചിട്ട് എത്ര ചാർജ് വേണമെന്ന് മനസ്സിലാക്കാം. ആ ചാർജിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് കണ്ടുപിടിക്കുക. ഓക്കെ, അതേപോലെ 1 മോൾ അലുമിനിയം എന്ന് വെച്ചാൽ 108 ഗ്രാം ആണ് അതിന്റെ അറ്റോമിക് മാസ്. ഓക്കെ, അപ്പൊ 108 ആണ് അറ്റോമിക് മാസ്, ഗ്രാം അറ്റോമിക് മാസ് 108 ഗ്രാം. സോ 108 ഗ്രാം അലുമിനിയം കിട്ടണമെങ്കിൽ 3 ഫാരഡേ ചാർജ് വേണം. എങ്കിൽ 500 ഗ്രാമോ 1000 ഗ്രാമോ അലുമിനിയം വേണമെങ്കിൽ എത്ര ചാർജ് വേണമെന്ന് കണ്ടുപിടിക്കാം. കറസ്പോണ്ടിങ് ആയിട്ടുള്ള കറണ്ട് പാസ് ചെയ്താൽ മതി. ക്ലിയർ അല്ലേ? ഇനി ഇലക്ട്രോളിസിന്റെ ഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ്. മിസ്റ്റർ മൈക്കൽ ഫാരഡേ ഇലക്ട്രോളിസിസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത ആളാണ്. അദ്ദേഹത്തിന്റെ സ്റ്റഡിയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം 2 ലോസ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്, ഫാരഡേസ് സെക്കൻഡ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. അതങ്ങനെ പഠിക്കണം. ഫാരഡേസ് ലോ എന്ന് പറയുന്നില്ല, ഫാരഡേസ് ലോ എന്ന് പറഞ്ഞിട്ട് വേറെയുണ്ട്. ഫാരഡേസ് ലോ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഫിസിക്സിൽ പഠിക്കുന്നുണ്ട്. ഇത് ഫാരഡേസ് ലോസ് ഓഫ് ഇലക്ട്രോളിസിസ് ആണ്. ഓക്കെ, അപ്പൊ അദ്ദേഹം 2 ലോസ് ആണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, സ്റ്റേറ്റ് ചെയ്തത്. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് പഠിക്കാം. സോ ഫസ്റ്റ് ലോ, ഫാരഡേസ് ഫസ്റ്റ് ലോ ഓഫ് ഇലക്ട്രോളിസിസ്. ആ ലോ ആണ് നമ്മൾ അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുള്ളത്. എമൗണ്ട് ഓഫ് സബ്സ്റ്റൻസ് ഡെപ്പോസിറ്റഡ് ഓർ ലിബറേറ്റഡ് അറ്റ് ദി ഇലക്ട്രോഡ്സ് is directly proportional to the quantity of charge flowing through the electrolyte. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കാം. മോൾട്ടൺ സോഡിയം ക്ലോറൈഡ്, അതില് കാഥോഡ് ആനോഡ് Na+Cl-. സോഡിയമാണ് കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോഡിയത്തിന്റെ അളവ്, കാഥോഡിൽ ഡെപ്പോസിറ്റ്, ഒരു സോഡിയം കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യണമെങ്കിൽ ഇലക്ട്രോലൈറ്റിലേക്ക് കൂടിയിട്ട് ഒരു സോഡിയം Na+ അയോൺ ഇങ്ങോട്ട് വരണം. ഒരു Na+ അയോൺ ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഒരു സോഡിയം അയോൺ ഡെപ്പോസിറ്റ് ചെയ്യും. 2 Na+ അയോണുകൾ ഇങ്ങോട്ട് മൂവ് ചെയ്താൽ 2 സോഡിയം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. 1000 സോഡിയം ഇങ്ങോട്ട് വന്നാൽ 1000 സോഡിയം ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോഡിയത്തിന്റെ അളവ് ഇലക്ട്രോലൈറ്റിലേക്ക് കൂടി ഫ്ലോ ചെയ്ത പോസിറ്റീവ് അയോണിന് പ്രൊപ്പോർഷണൽ ആണ്, പോസിറ്റീവ് ചാർജിന് പ്രൊപ്പോർഷണൽ ആണ്. ഇലക്ട്രോലൈറ്റിലേക്ക് കൂടിയിട്ട് കാഥോഡിന്റെ അടുത്തോട്ട് എത്ര പോസിറ്റീവ് അയോണുകൾ മൂവ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഡെപ്പോസിഷൻ കാഥോഡിൽ സംഭവിക്കും. അതേപോലെ ഇലക്ട്രോലൈറ്റിലേക്ക് കൂടി എത്ര നെഗറ്റീവ് അയോണുകൾ ആനോഡിന്റെ അടുത്തോട്ട് മൂവ് ചെയ്യുന്നുണ്ടോ അത്രത്തോളം ക്ലോറിൻ അവിടെ ലിബറേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ്, അതിനാണ് നമ്മൾ M എന്ന് വിളിക്കുന്നത്. ഓക്കെ, ആ മാസ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? ഇതിലെ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഫ്ലോ ചെയ്ത ചാർജിന് പ്രൊപ്പോർഷണൽ ആണ്. ഓക്കെ, the amount of substance deposited here, which is M, is proportional to the charge flowing towards this electrode, which is Q. The amount of substance liberated here, which is M, which is proportional to the charge passed through that towards that electrode, which is Q. മനസ്സിലായോ? അപ്പൊ അതാത് ഇലക്ട്രോഡിനെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ് എന്തിന് പ്രൊപ്പോർഷണൽ ആണ്? അതിലെ കൂടി ഫ്ലോ ചെയ്ത ചാർജിന് പ്രൊപ്പോർഷണൽ ആണ്. സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ ഇവിടെ എത്ര ഡെപ്പോസിറ്റ് ചെയ്യണമെന്ന് നമുക്ക് വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാം. എങ്ങനെ? ഇതിലെ കൂടി ഒഴുകുന്ന ചാർജിന്റെ എമൗണ്ടിനെ കൺട്രോൾ ചെയ്താൽ മതി. അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ആളുടെ എമൗണ്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്ന ചാർജിനെ കൺട്രോൾ ചെയ്താൽ മതി. ഓക്കെ അല്ലേ? അപ്പോൾ amount of substance liberated or deposited at the electrode is directly proportional to the amount of charge flowing through the electrolyte. അപ്പോൾ നമുക്ക് അതിന് ഇങ്ങനെ എഴുതാം. That means M is proportional to Q and M is equal to a constant Z in Q. അപ്പോൾ ഒരു പുതിയ കോൺസ്റ്റന്റ് കണ്ട ആ സെറ്റിന് പറഞ്ഞ പേരാണ്, നേരെ കേൾക്കണം. Z is called electrochemical equivalent of the substance.
ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ് of the substance എന്ന് പറയുമ്പോൾ ഏത് സബ്സ്റ്റൻസ്? ഇവിടെ ഇവിടെ സബ്സ്റ്റൻസിന്റെ മാസ്, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ് ഇങ്ങോട്ട് ഫ്ലോ ചെയ്ത ചാർജിന് പ്രൊപ്പോർഷണൽ അല്ലേ? സോ എം ഈസ് ഈക്വൽ ടു സെഡ് ഇൻടു ക്യൂ. അവിടെ സെഡ് എന്ന് പറയുന്നത് ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോഡിയത്തിന്റെ ആണ്. അവിടെയാണെങ്കിൽ അവിടെ ലിബറേറ്റ് ചെയ്യുന്ന ക്ലോറിന്റെ ഇതാണ്. ഓക്കെ, ഇനി കോപ്പർ സൾഫേറ്റ് അവസാനമായി എന്താണോ അതാ ഇലക്ട്രോണിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ലിബറേറ്റ് ചെയ്യുന്നത് ആ സബ്സ്റ്റൻസിന്റെ എന്നാണ് ഈ സബ്സ്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹിയർ ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ് ഓഫ് ദി ക്ലോറിൻ ഐ മീൻ സോഡിയം, ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ് ഓഫ് ദി ക്ലോറിൻ. ഓക്കെ, അപ്പൊ എന്താണത് ഞാൻ പറഞ്ഞിട്ടില്ല. സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഏത് സബ്സ്റ്റൻസിനാണ് ഉദ്ദേശിച്ചത് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എന്താണ് ഈ സാധനങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല. അത് നമുക്ക് ഡിഫൈൻ ചെയ്യാം. എന്താണ് ഒരു സബ്സ്റ്റൻസിന്റെ ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ്, അതായത് എന്താണ് സോഡിയത്തിന്റെ ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ്, എന്താണ് ക്ലോറിന്റെ ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ് നോക്കാം നമുക്ക്. ഓക്കെ, അതിന് വലിയ പണിയൊന്നുമില്ല. രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. ഒന്ന്, if Q is equal to 1 coulomb, then what is Z? Z is M. Z എന്താണ്? ഇലക്ട്രോകെമിക്കൽ ഇക്വിവാലന്റ് ഓഫ് ദി സബ്സ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് M ആണ്. M എന്താണ്? ലിബറേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ്. ഓക്കെ, അപ്പോ സോഡിയത്തിന്റെ Z എന്ന് പറഞ്ഞാൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോഡിയത്തിന്റെ മാസാണ്. എപ്പോൾ ആ ഇലക്ട്രോലൈറ്റിൽ കൂടിയിട്ട് 1 കൂളം ചാർജ് പാസ് ചെയ്യുമ്പോൾ, ഇതിലെ കൂടിയിട്ട് 1 കൂളം ചാർജ് പാസ് ചെയ്താൽ എത്രയാണ് ഇവിടെ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതാണ് സെഡിന്റെ ക്യൂ. ഇതിലെ കൂടി 1 കൂളം ചാർജ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്രയാണോ സോഡിയം ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അതാണ് സോഡിയത്തിന്റെ സെഡ്. ഇതിലെ കൂടിയിട്ട് 1 കൂളം ചാർജ് പാസ് ചെയ്താൽ ഈ പറയപ്പെട്ട കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സോഡിയത്തിന്റെ മാസാണ് സോഡിയത്തിന്റെ സെറ്റ്. അതിലെ കൂടിയിട്ട് 1 കൂളം ചാർജ് അങ്ങോട്ട് പാസ് ചെയ്താൽ അവിടെ ലിബറേറ്റ് ചെയ്യപ്പെടുന്ന ക്ലോറിന്റെ മാസാണ് ക്ലോറിന്റെ സെറ്റ്. അല്ലെങ്കിൽ നമുക്ക് വേറെ രീതിയിൽ ഡിഫൈൻ ചെയ്യാം. എങ്ങനെയാണെന്ന് അറിയാവോ? M is equal to Z into Q, which can be written as Z into I into T. അല്ലെ? Z into I into T, where I is the current and T is the time. If I is equal to 1 ampere and T is equal to 1 second, then we can write M is equal to Z. അപ്പൊ എന്താണ് Z? Z M തന്നെയാണ്. എപ്പോൾ 1 ആംപിയർ കറന്റ് 1 സെക്കൻഡ് നേരത്തേക്ക് ഫ്ലോ ചെയ്താൽ, ഓക്കെ, 1 ആംപിയർ കറന്റ് നോക്കുക. ഇവിടെ ഞാനൊരു അമ്മീറ്റർ വെച്ചു. 1 സെക്കൻഡ് നേരത്തേക്ക് ഞാൻ ഇതിലെ കുടിച്ച് 1 ആംപിയർ കറന്റ് പാസ് ചെയ്യും. അപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത സോഡിയം എത്രയാണോ അതാണ് സോഡിയത്തിന്റെ സെറ്റ്. അപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ലിബറേറ്റ് ചെയ്യപ്പെട്ട ക്ലോറിന്റെ അളവ് എത്രയാണോ അതാണ് ക്ലോറിന്റെ സെറ്റ്. ഓക്കെ, അപ്പൊ സെറ്റ് എന്താണ്? രണ്ട് രീതിയിൽ ഡിഫൈൻ ചെയ്യാം. It is the amount of substance liberated or deposited when 1 coulomb charge is passed through the electrolyte, or it is the amount of substance deposited or liberated when 1 ampere current is passed through the solution for 1 second time. Okay, അപ്പൊ ഇതാണ് ഫാരഡേയുടെ ഒന്നാമത്തെ ലോയും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കുറച്ച് ടേമുകൾ. ഇനി നമുക്ക് ഫാരഡേയുടെ രണ്ടാമത്തെ ലോ പഠിക്കാം. ലോ നമ്മൾ അവിടെ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കിയേ. When same amount of electricity is passed through different electrolytes, the masses of the substances liberated or deposited at the respective electrode is directly proportional to their chemical equivalent masses. അപ്പൊ അതില് പെട്ടെന്ന് നോക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പൊ അവസാനം ഒരു ടേം കണ്ട കെമിക്കൽ ഇക്വിവാലന്റ് മാസ് എന്നാണ് അത് എന്ന് പറയാം. കെമിക്കൽ ഇക്വിവാലന്റ് മാസ് എന്ന് പറയാം. എന്നിട്ടായിട്ട് ലോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഫോർ എക്സാമ്പിൾ, കെമിക്കൽ ഇക്വിവാലന്റ് മാസ് ഓഫ് എ മെറ്റൽ
ഏതാ? എങ്ങനെ കണ്ടുപിടിക്കുന്നു അറിയാമോ? അതിന്റെ അറ്റോമിക് മാസിനെ ഡിവൈഡ് ചെയ്യണം. എന്തുകൊണ്ടെന്ന് അറിയാമോ? ആ മെറ്റലിന്റെ കാറ്റിയോണിനെ റെഡ്യൂസ് ചെയ്യാൻ ആവശ്യമായ ഇലക്ട്രോണിന്റെ എണ്ണം കൊണ്ട് നിന്ന് ആ മെറ്റൽ കാറ്റിയോൺ ആയിരിക്കുമ്പോൾ അതിനെ റെഡ്യൂസ് ചെയ്തിട്ട് മെറ്റലാക്കി മാറ്റാൻ എത്ര ഇലക്ട്രോൺ ആവശ്യമാണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺ, ഞാൻ എക്സാമ്പിൾ പറയാം. നമ്പർ ഓഫ് ഇലക്ട്രോൺ required to reduce the cation. Okay. अब നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഫോർ എക്സാമ്പിൾ കോപ്പറിന്റെ കെമിക്കൽ ഇക്വിവാലന്റ് മാസ്, അതിന്റെ അറ്റോമിക് മാസ് 63. കോപ്പറിന്റെ കാറ്റിയോൺ Cu2+ ആണല്ലോ, CuCl2 അല്ലെ, Cu2+ ആണ്. അപ്പൊ ഇതിന് കാറ്റിയോണെ റെഡ്യൂസ് ചെയ്യണമെങ്കിൽ 2 ഇലക്ട്രോൺ വേണം. അപ്പൊ കോപ്പർ ആയിട്ട് മാറും. അപ്പൊ 2 ഇലക്ട്രോൺ വേണം. അപ്പൊ അവിടെ ഇക്വിവാലന്റ് മാസ് 63 ആണ്. 63/2 ആണ് അല്ലെ. അപ്പോ പിന്നെ which is equal to 31.7. ഓക്കെ. പക്ഷെ അത് എപ്പോഴും അങ്ങനല്ല. CuCl2 Cu2+ 2Cl- ആണ്. ഓക്കെ. അതേസമയം CuCl ആണെങ്കിലോ Cu+Cl- ആണ്. അപ്പൊ ഇതിൽ ഇക്വിവാലന്റ് മാസ് എത്രയാണ്? 63/1. 63/1. ഇത് ഞാൻ നമ്മുടെ സൊല്യൂഷനുള്ള പാഠത്തിൽ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് അതേപോലെ പിന്നെ സിൽവറിന്റെ അറ്റോമിക് മാസ് എത്രയാ? സിൽവറിന്റെ 108. അതിന്റെ കാറ്റിയോൺ Ag+, 1 ഇലക്ട്രോൺ ആണ് വേണ്ടത് ബൈ 1, 108 തന്നെ. ഞാൻ നേരത്തെ ഈ ക്ലാസ്സിലെ തുടക്കത്തില് അലുമിനിയത്തിന്റെ 108 എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അലുമിനിയത്തിന്റെ 27 ആണ് കേട്ടോ. ആ നേരത്തെ പറഞ്ഞു പോകുന്ന ഒരു മിസ്റ്റേക്ക് ആണ്. സിൽവറിന്റെ 108, അലുമിനിയത്തിന്റെ 27. അപ്പൊ അലുമിനിയത്തിന്റെ ഇക്വിവാലന്റ് മാസ് എന്താവും? 27/3 എന്നാവും. കാരണം അതിന്റെ കാറ്റഗോൺ 3+ ആണ്, 3 ഇലക്ട്രോൺ വേണം റെഡ്യൂസ് ചെയ്യാൻ. അപ്പൊ എന്താണ് ഇക്വിവാലന്റ് മാസ്? ക്ലിയർ അല്ലേ? അതായത് മെറ്റലിന്റെ ഇക്വിവാലന്റ് മാസ് ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ കെമിക്കൽ ഇക്വിവാലന്റ് മാസ് ക്ലിയർ ആയി. ഇനി നെക്സ്റ്റ് ഈ ലോ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഞാൻ 2 ഇലക്ട്രോലൈറ്റ് എടുക്കുന്നു. സിൽവർ നൈട്രേറ്റ്, കോപ്പർ സൾഫേറ്റ്. ഇതിന് ഇലക്ട്രോളിസിസ് നടത്തിയാൽ കാഥോഡിൽ സിൽവർ ഡെപ്പോസിറ്റ് ചെയ്യും. ഓക്കെ. ഇതിന് ഇലക്ട്രോളിസിസ് നടത്തിയാൽ കാഥോഡില് കോപ്പർ ഡെപ്പോസിറ്റ് ചെയ്യും. അപ്പൊ ഞാൻ ഒന്നിൽ കൂടുതൽ ഇലക്ട്രോലൈറ്റ് എടുത്തു. ഇതിലെ കൂടി എത്ര ഇലക്ട്രിസിറ്റി ആണോ പാസ് ചെയ്തത് അത്ര തന്നെ കറണ്ടാണ് ഇതിലെ കൂടി പാസ് ചെയ്തത്. ഈ കറണ്ട് പാസ് ചെയ്യുന്നത് മനസ്സിലാക്കാതെ മെഷർ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു അമ്മീറ്റർ വെച്ചാൽ മതി, അതിനെ കൺട്രോൾ ചെയ്യാം. എന്ത് ചെയ്താൽ മതി? അവിടെ ഒരു റിയോസ്റ്റാറ്റ് വെച്ചാൽ മതി. അത് കറണ്ടിനെ നമുക്ക് കൺട്രോൾ ചെയ്യാം. അപ്പൊ ഇതിലെ കൂടി ഞാൻ പെർട്ടിക്കുലർ എമൗണ്ട് കറണ്ട് പാസ് ചെയ്തു. അതേ കറണ്ട് തന്നെ ഞാൻ അതിലെ കൂടി പാസ് ചെയ്തു. ഫോർ എക്സാമ്പിൾ ഇതിൽ 2 ആമ്പിയർ കറണ്ട് പാസ് ചെയ്തപ്പോൾ ഇതിലെ കൂടി ഞാൻ 2 ആമ്പിയർ കറണ്ട് പാസ് ചെയ്തു. So same amount of electricity is passed through the different electrolyte. 2 എണ്ണത്തിൽ കൂടിയിട്ട്, വ്യത്യസ്തമായ 2 എണ്ണത്തിൽ കൂടിയിട്ട് ഒരേ എമൗണ്ട് കറണ്ട് ഞാനിപ്പോ പാസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന, ഇവിടത്തെ കാഥോഡിൽ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സിൽവറിന്റെ മാസ് അതിന്റെ കെമിക്കൽ ഇക്വിവാലന്റ് മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതേപോലെ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന കോപ്പറിന്റെ മാസ് അതിന്റെ കെമിക്കൽ ഇക്വിവാലന്റ് മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. അതായത് മാസ് ഓഫ് സിൽവർ ഡെപ്പോസിറ്റഡ് ഈസ് പ്രൊപ്പോർഷണൽ ടു, എത്രയാണ് സിൽവറിന്റെ കെമിക്കൽ ഇക്വിവാലന്റ് മാസ്? 108.
ഞാനിതിനെ M1 എന്ന് വിളിക്കുന്നു. അതേപോലെ മാസ് ഓഫ് കോപ്പർ ഡെപ്പോസിറ്റഡ് it is M2 is proportional to 31.7. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് M1 by M2 ഈക്വൽ ടു, ഇവിടെ രണ്ടിലും ഒരേ കോൺസ്റ്റന്റ് ആവില്ല, ആ കോൺസ്റ്റന്റ് ക്യാൻസൽ ആയി, എന്തായി 108 by 31.7. ഓക്കെ, ഇനി ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ M1 is proportional to അതിന്റെ കെമിക്കൽ ഇക്വിവാലന്റ് മാസ് E1, M2 is proportional to കെമിക്കൽ ഇക്വിവാലന്റ് മാസ് E2. ഏത് രണ്ട് ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാലും സോ M1 by M2 is equal to E1 by E2. ഇതിന്റെ ഇമ്പോർട്ടൻറ്റ് ഇതാണ്, ഇതിന്റെ മാത്തമാറ്റിക്കൽ ഫോം. അപ്പൊ എന്താണ് സംഗതി? ഡിഫറെന്റ് ഇലക്ട്രോലൈറ്റിൽ കൂടിയിട്ട് ഒരേ എമൗണ്ട് ഇലക്ട്രിസിറ്റി പാസ് ചെയ്താൽ അതാത് ഇലക്ട്രോഡുകളിൽ ബ്രേക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന, ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതാണെങ്കിൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസിന്റെ മാസ് അതാത് സബ്സ്റ്റൻസിന്റെ എക്വിവാലന്റ് മാസ്, കെമിക്കൽ എക്വിവാലന്റ് മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും. M1 by M2 is equal to E1 by E2. ഇതിന്റെ ഗുണം എന്താണ്? അതാണ്. അപ്പോ എനിക്ക് ഇതാ M1 by M2, ഇതിന് എനിക്ക് M1 അറിഞ്ഞു കഴിഞ്ഞാൽ M2 കണ്ടുപിടിച്ചുകൂടെ? അതായത് 2 ആംപിയർ കറന്റ്, ശരിക്കും കേൾക്കണം, 2 ആംപിയർ കറന്റ് കോപ്പർ സൾഫേറ്റിൽ കൂടി പാസ് ചെയ്തപ്പോൾ, 2 ആംപിയർ കറന്റ് കോപ്പർ സൾഫേറ്റിൽ കൂടി പാസ് ചെയ്തപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത കോപ്പറിന്റെ മാസ് എനിക്ക് അറിയാമെങ്കിൽ അതേ 2 ആംപിയർ കറന്റ് ഇതിലെ കൂടി പാസ് ചെയ്താൽ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സിൽവറിന്റെ മാസ് ചെയ്ത് നോക്കാതെ തന്നെ എനിക്ക് കണ്ടുപിടിക്കാം, എക്സ്പെരിമെന്റ് ചെയ്യാതെ തന്നെ എനിക്ക് കണ്ടുപിടിക്കാം. 1 ആംപിയർ കറന്റ് ഇതിലെ കൂടി പാസ് ചെയ്തപ്പോൾ ഇവിടെ ഡെപ്പോസിറ്റ് ചെയ്ത സിൽവറിന്റെ അളവ് എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞാൽ അതേ കറന്റ് വേറൊരു ഇലക്ട്രോലൈറ്റിൽ കൂടി പാസ് ചെയ്താൽ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യപ്പെടുന്ന സബ്സ്റ്റൻസിന്റെ മാസ് എത്രയാണെന്ന് ഈ ഇക്വേഷൻ വെച്ച് എനിക്ക് കണ്ടെത്താം. ഓക്കെ, അപ്പൊ ഇതാണ് സെക്കൻഡ് ലോ. നന്നായിട്ട് മനസ്സിലാക്കി.